ഹലോ ഗൈസ്, വെറുതെ ഇരുന്നപ്പോഴേക്കും അടപ്രഥമൻ കുടിക്കാനായിട്ട് ഒരു ഭയങ്കര കൊതി. അപ്പോൾ പിന്നെ കൊതിച്ചതല്ലേ, ഒന്ന് കുടിച്ചാളാൻ വിചാരിച്ചു. അങ്ങനെ ഒരു കവർ അട പൊട്ടിച്ചത് കുക്കറിലേക്ക് ഇട്ട് ഒരു വിസിലല്ല 2 വിസിലേക്ക് വേവിച്ചിട്ട് ഊറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചത് ഇങ്ങനെ ഇളക്കി വെക്കുന്നുണ്ട്, സ്റ്റിക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മറ്റൊന്നും നോക്കാനില്ല. ഇനി നമുക്കൊരു ചരുവം എടുക്കുക, തീ കത്തിക്കുക. ഇനി അതിലെ വെള്ളമൊക്കെ വറ്റുമ്പോഴേക്കും കുറച്ച് നെയ്യ് അതിലൊഴിച്ചു കൊടുക്കണേ. ഇനി ആ നെയ്യൊന്ന് ചൂടാകുമ്പോഴേക്കും നമ്മൾ ഈ ഊറ്റി വെച്ചിരിക്കുന്ന അട അതിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മാത്രം മതി. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ശർക്കര പാനി, കുറച്ചല്ല നമ്മൾ ഒരിക്കൽ ചെയ്യുന്ന അത്രയും ശർക്കര പാനി ഒഴിക്കുന്നുണ്ട്. ഒരു വലിയ ഉണ്ടയും പിന്നെ ഒരു വലുതിൻ്റെ പകുതിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നര കട്ട ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. അതോടെ ഇതിലോട്ട് ഒഴിച്ചിട്ട് ഈ അടയിൽ നമ്മൾ ആ ശർക്കര പാനി ഇങ്ങനെ മുങ്ങി കുളിച്ച് ഇങ്ങനെ തുളുമ്പി നിൽക്കില്ലേ, അതുവരെ ഇങ്ങനെ ഇളക്കി എടുക്കണം. പിന്നെ ചവ്വരി വീത്തിയാലാണ് പാട് നമുക്ക് ഈ അടിയിൽ പിടിക്കുന്നുള്ള, അതുകൊണ്ടാണ് ആദ്യമേ ശർക്കര പാനി വീത്തി കൊടുക്കണത്. അതാകുമ്പോഴേക്കും അതിൽ കിടന്നൊന്ന് മുങ്ങി കുളിച്ച് ഒന്ന് ആസ്വദിച്ചങ്ങ് കിടക്കുക അവർ. ഇപ്പം എല്ലാവർക്കും പാടാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് തേങ്ങാപ്പാൽ എടുക്കുന്നത് മാത്രമേ പാടുള്ളൂ. ഒന്നാമത് ഇപ്പോൾ തേങ്ങയുടെ വില 80-85 എന്നൊക്കെയാണ് പറയണത് 1 കിലോ. അപ്പോൾ പിന്നെ എന്നാലും കൊതിച്ചു പോയാൽ പിന്നെ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതേ ഉണ്ടാക്കിയത്. അങ്ങനെ ഇതേ തിളച്ച് ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് ആ 2ാം പാല് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ അണ്ണി വന്നിരുന്നത് ചിലക്കണം. 2ാം പാലല്ലല്ലോ, ചവ്വരി വീത്തിയിലെന്നല്ലേ. ചവ്വരി വീതിയിട്ടാണ് നമുക്ക് 2ാം പാൽ ഒഴിക്കുന്നത്. ചവ്വരിയും കൂടെ വീത്തി, അതും ചവ്വരിയും 2 വിസിൽ കേൾക്കാൻ കുക്കറിലിട്ട് വേവിച്ചതാണ് കേട്ടോ. ചവ്വരിയും കൂടെ വീത്തി അങ്ങനെ വീണ്ടും നന്നായിട്ട് ഇളക്കി. ചവ്വരി ഇട്ടാൽ എപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി നമ്മൾ 2ാം പാൽ എടുത്തിട്ടുണ്ട്, അതിനെ കൂടെ വീത്തിയിട്ട് ഇനി നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി എടുക്കണം. അതിലാണ് ജോലി. കൈവിടാതെ ഇളക്കി എടുക്കണം. എന്നാലും ഇടയ്ക്കൊക്കെ കൈയൊക്കെ മാറ്റുന്നുണ്ട്, ബാക്കി ജോലികളൊക്കെ ചെയ്യണ്ടേ. അപ്പം ഇങ്ങനെ ഇളക്കി ഒരുവിധം വറ്റി വരുമ്പോഴേക്കും 1ാം പാൽ ഒഴിക്കണം. ഈ 1ാം പാൽ ഒഴിക്കുന്നതും ഏലക്കാപ്പൊടി ഇടുന്നതിൻ്റെയും വീഡിയോ ഇതിലെടുക്കാൻ വിട്ടു. ഒരു നുള്ളു ഉപ്പും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ നെയ്യിലിട്ട് വഴറ്റിയിട്ട് അതിലോട്ടിട്ട് ഇത് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ട്. ഇനി കുറച്ച് പഴമോ അല്ലെങ്കിൽ പപ്പടമോ ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടും കഴിച്ചാൽ മാത്രം മതി. ഇത് നമ്മൾ ബർമസിലേക്ക് വന്നപ്പോഴേക്കും നമ്മൾ ഈ അടപ്രഥമനെയൊക്കെ ഒരുപാട് താത്തി കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നോക്കിയാലും ടേസ്റ്റ് നമ്മുടെ അടപ്രഥമനാണല്ലേ.